നിങ്ങൾ ലിയോ ടോൾസ്റ്റോയിയെ കേട്ടിട്ടില്ലേ? ഗാന്ധിജിയെ പോലെ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. ചെറിയ ആളൊന്നല്ല, വലിയ കട്ടിയുള്ള മഹാഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ലോകം കണ്ട വിസ്മയകരമായ പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം റഷ്യക്കാരനാണ്. റഷ്യയിലിങ്ങനെ യുദ്ധവും പട്ടിണിയും ഒക്കെ കാരണം വല്ലാതെ റഷ്യ ഇങ്ങനെ മെലിഞ്ഞു പോയൊരു കാലത്ത് അദ്ദേഹം അതിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അദ്ദേഹം അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വാടിക്കിടക്കുന്നൊരു മനുഷ്യൻ, വയറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ട്, ചുണ്ടൊക്കെ ഉണങ്ങിക്കിടക്കുന്നുണ്ട്, കവിളൊക്കെ ഒട്ടിക്കിടക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് മനസ്സിലായി വിശന്നിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് വല്ലതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടോൾസ്റ്റോയ് കീശയിലേക്ക് കൈയിട്ടു. പക്ഷെ കീശയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സങ്കടമായി. എന്നിട്ട് അദ്ദേഹത്തിനോടൊന്ന് പോകാൻ തോന്നുന്നില്ല. അദ്ദേഹം അയാളെ ഇങ്ങനെ തലോടി. എന്നിട്ട് പറഞ്ഞു, സോറി ബ്രദർ. അങ്ങനെ പറയണ, എൻ്റെ അനുജ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി വല്ലപ്പോഴും നിങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും തരും. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെളിയും പൊടിയും മണ്ണുമൊക്കെയുള്ള ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ടോൾസ്റ്റോയ് ഉമ്മ വെച്ചു. ഒറ്റ ചുംബനം കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു കർക്കടകമായി മാറി. അപ്പോഴാണ് ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ എനിക്ക് പണം തരുന്നേ? നിങ്ങളെനിക്ക് പണമൊന്നും തരണ്ട, നിങ്ങളെന്നെ അനുജാന്ന് വിളിച്ചില്ലേ, അത് മതി. നിങ്ങളെൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചില്ലേ, കഥ മതി. മനുഷ്യനും തമ്മിലുള്ള പാലല്ല അത്. ഈ ലോകവുമായുള്ള എന്തിനേയും നമ്മളെ ബന്ധിപ്പിക്കുന്ന, മനുഷ്യനോട് മാത്രമൊന്നുമല്ല, ഈ ലോകത്തുള്ള എന്തിനോടും നമ്മളിങ്ങനെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് അറ്റുപോയാലുണ്ടല്ലോ നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകും. അതുകൊണ്ട് ഈ സ്നേഹം എന്നുള്ള പാലം കൊണ്ട് കുറേ ആളുകളുമായി ഇങ്ങനെ കണക്റ്റ് ആവുക എന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമാണ്. ഓക്കെ, ഇതേ ലിയോ ടോൾസ്റ്റോയ് തന്നെ എങ്ങനെയാണ് മരിച്ചത് എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാര്യയോടുണ്ടായ ചെറിയൊരു കലഹമായിരുന്നു. ആ കലഹം വല്ലാതെ മൂർച്ഛിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. കുറേ ദൂരങ്ങൾ നടന്ന് ഒരുപാട് ദൂരം കഴിഞ്ഞപ്പോൾ രാത്രിയായി. രാത്രി വല്ലാതെ ഇരുട്ടിയപ്പോൾ ഒരു ചെറിയ വെളിച്ചം കണ്ട് അവിടെ കയറിയിരുന്നു. അത് റെയിൽവേ സ്റ്റേഷനായിരുന്നു. അവിടെയുള്ള സിമെൻറ്റ് ബെഞ്ചിൽ ഇങ്ങനെ കിടന്ന് പാതിരാത്രിയിൽ എപ്പോഴും മരിച്ചുപോയി. പിറ്റേന്ന് വന്ന തൂപ്പുകാരാണ് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന ടോൾസ്റ്റോയിയുടെ മൃതദേഹം പുറത്തെടുത്തത്. രാജാവിനെ പോലെ പോകേണ്ടിയിരുന്ന മനുഷ്യനാണ്. എന്താ ഇങ്ങനെ മരിച്ചു പോകേണ്ടി വന്നത്? നമ്മുടെ കലഹങ്ങൾ കൊണ്ടാണ്. വീട്ടിലും നാട്ടിലും സംഘങ്ങളിലും കൂട്ടായ്മകളിലും നമുക്ക് കലഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാനൊന്നും നേരില്ല. അതുകൊണ്ട് മദർ തെരേസ പറയുന്നുണ്ട്, ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം. നിങ്ങൾ മനുഷ്യന്മാരെങ്ങനെ അളക്കാൻ നിന്നാൽ നിങ്ങൾക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. റിയാലിറ്റിയാണത്. മനുഷ്യനെ എങ്ങനെയാണോ അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം. നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യണമെന്നും വേണ്ട, അത് അയാളുടെ കാര്യമാണ്.